ബൈബിൾ സ്റ്റഡി വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ. ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. കൂടി വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്ന ദൈവമക്കൾ വീഡിയോ ഓൺ ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കും. ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഗലാത്യ ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ മുഖവുര എല്ലാ പ്രാവശ്യം പറയാറുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് കൊണ്ട് ദൈവമക്കൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് കൂടുതൽ പിന്നെയും പറഞ്ഞ സമയം എടുക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളാണ്. അതൊന്നും കൂടെ വായിച്ചിട്ട് മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. Galatians chapter 4 verse 6-7. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപ്രത്തത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങൾ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. തീർച്ചയായും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് സ്വന്തം മക്കളാക്കി നമ്മളെ തീർത്തു. സമയഭേദമില്ലാതെ ഏത് സമയത്തും കൃപാസന സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമുക്ക് നൽകിയ സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്നു. നമ്മൾ മക്കൾ ആക്കിയത് മാത്രമല്ല, മക്കളെങ്കിലോ നമ്മൾ അവകാശികളുമാണെന്ന് ദൈവവചനം പറയുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ ഒരു ഹ്യൂമൻ ഫാദറിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് എല്ലാ സ്വഭാവങ്ങളും, ഒരു അപ്പൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് ലഭിക്കണമെന്നില്ല. ഇപ്പം നമ്മളെ കുറിച്ച് ഇപ്പോൾ എടുത്ത് പറയുവാണെങ്കിൽ ഇന്ന ആളുടെ മകൻ ഇന്ന പോലെ, ഇപ്പം നമ്മുടെ അജിത് ബ്രദറിനെ പറയുവാണെങ്കിൽ ജോസയുടെ സ്വഭാവങ്ങൾ നമ്മൾ എടുത്ത് പറയുവാണെങ്കിൽ എല്ലാ സ്വഭാവങ്ങളും ആ കുഞ്ഞില് പിതാവിൽ നിന്ന് പൂർണ്ണമായി ലഭിക്കണമെന്നില്ല. എന്നാൽ നമ്മുടെ സ്വർഗീയ അപ്പനിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി ആ സ്വഭാവം ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്നു. അതെങ്ങനെയാ? സ്വപുത്രത്തിന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്നിരിക്കുന്നത്. അപ്പൊ ആ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ ദൈവിക സ്വഭാവത്തിന്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നമ്മൾ കൂട്ടവകാശികൾ അല്ലെങ്കിൽ അനുകാരികളായി തീരുമെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബൈബിൾ സ്റ്റഡിയിൽ ചിന്തിച്ചായിരുന്നു. ഞാനതെല്ലാം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കമ്പാഷനെ കുറിച്ച്, ഫോർഗീവിങ്, ലവിങ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ഹ്യൂമിലിറ്റി, ഒബീഡിയൻസ്, ലവിങ് അനദർ, ലവിങ് യുവർ നെയ്ബർ, അതൊക്കെ നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീരുന്നു. ഇതൊക്കെയും ആ ഗോഡ്ലി ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ മക്കളാകുമ്പോൾ ആ ദൈവം നമുക്ക് നൽകുന്നു. ഒന്ന് മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിന്റെ ആത്മീയ കൂട്ടവകാശികൾ നമ്മൾ ആയിത്തീരുമ്പോൾ നമ്മുടെ അപ്പനായ യേശുക്രിസ്തുവിന്റെ അവകാശവും ക്രിസ്തുയേശുവിൽ കൂടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ അവകാശങ്ങളും, ആ പുത്രനുള്ള എല്ലാ അവകാശങ്ങളും ആ പുത്രനിൽ കൂടെ നമുക്കും നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എത്ര വലിയ അവകാശം, അല്ലെങ്കിൽ എത്ര വലിയ ആ പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മൾ പകരുമ്പോൾ, അല്ലെങ്കിൽ പുത്രനാക്കി നമ്മളെ പുത്രന്മാരും പുത്രിമാരും ആക്കി നമ്മളെ മാറ്റുമ്പോൾ ആ അവകാശമൊക്കെയും ദൈവം ഒന്നും മാറ്റി വെച്ചിട്ടില്ല. അതൊക്കെ നമ്മൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പിതാവായ ദൈവം നമ്മളെയും കാണുന്നത് എങ്ങനെയാണോ യേശു കർത്താവിനെ കാണുന്ന ആ ഒരു അതിൽ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഇനി ഒരിക്കൽ ക്രിസ്തുവിനെ പോലെ, അവനെ പോലെ നമ്മൾ ആയിത്തീരും. അതിനുവേണ്ടിയാണ് നമ്മൾ സ്ട്രൈവ് ചെയ്യുന്നത്. അപ്പം ഒരിക്കൽ നമ്മൾ അതുകൊണ്ട് പുത്രനെ പോലെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ നമ്മൾ പ്രതിമ ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം ദൈവം നമ്മളെ പിതാവായ ദൈവം നമ്മളെ ക്രിസ്തുവിനെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് നമ്മളെ കാണുന്നത്. വി ആർ ദ ഫസ്റ്റ് ഗ്രേറ്റ് സിറ്റിസൺസ് ഓഫ് ഹെവൻ. നമ്മൾ രണ്ടാം തരം ആൾക്കാരൊന്നും അല്ല. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും, ആ അവകാശത്തിന് കൂട്ടവകാശികളായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം മുടിയനായ പുത്രന്റെ കാര്യം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ ആ പ്രോഡിഗൽ സണ്ണിന് അവന് സുബോധം വന്നിട്ട് അപ്പന്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാൻ അവൻ തയ്യാറായി. പക്ഷേ അവൻ തയ്യാറായെങ്കിലും അവൻ പറയുന്നത് എന്തുവാ? ഞാൻ ദാസനായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇനി ആ ഭവനത്തിന് ഞാൻ അവകാശിയല്ല, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ കുറ്റം ചെയ്തു പോയി, അതുകൊണ്ട്
അവൻ മനസ്സിൽ പറയുന്നത്, ഞാൻ എഴുന്നേറ്റ് അപ്പനോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നത് പറഞ്ഞ് അവൻ പിന്നെയും പറഞ്ഞു. അവൻ ഓൺ ദ വെയിൽ അവൻ പറയുന്നത് എന്തുവാ? ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ ദാസനാണ്, ഞാൻ അതിന് യോഗ്യനല്ല, എൻ്റെ അപ്പൻ്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല, അവിടുത്തെ ഒരു ദാസനെ പോലെ, ഒരു കൂലിക്കാരനെ പോലെ എന്നെ കാണണമെന്ന് പറഞ്ഞ് അവൻ്റെ ഓൺ ദ വെയിലൊക്കെ അവൻ മനസ്സിൽ പറയുന്നു. ഇതൊരു സ്പിരിച്വൽ, അല്ലെങ്കിൽ നമ്മൾ സ്പിരിറ്റ് ഓഫ് സ്ലേവറി, അല്ലെങ്കിൽ ആ ഒരു ദാസ്യത്വത്തിന്റെ ആത്മാവിൽ, പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നത് മനസ്സിലാക്കാണ്ട് ഹല്ലേലൂയ, ഈ പോകുന്ന പോക്കിലൊക്കെ അവൻ പറയുന്നത് ഈ സ്ലേവറിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പൊ ആ സ്പിരിറ്റ് ഓഫ് സ്ലേവറിയിലോട്ട് അവൻ കടന്നു പോകുന്നു. എന്നാൽ അപ്പൻ എന്താ ചെയ്തേ? ഓടിച്ചെന്ന് ദൂരത്ത് നിന്ന് കണ്ട് അവനെ കാത്തിരിക്കുക. വർഷങ്ങളായി കടന്നുപോയി, എല്ലാം നശിപ്പിച്ചു, നാളുകളായി. അപ്പോൾ ആ അപ്പൻ എന്നും ആ ഭവനത്തിന് മുമ്പിൽ അവനെ ഓർത്ത് കാത്തിരിക്കുക. ഹല്ലേലൂയ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ സ്വീകരിച്ചു. അല്ലെ, ഇതുപോലെയാണ് ഹല്ലേലൂയ നമ്മൾ പലരും. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം അല്ലെ ആരെങ്കിലും കുറ്റബോധത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ, അല്ലെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ പിശാച് കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇടും, ഹല്ലേലൂയ, നീ തെറ്റ് ചെയ്തു, ഇനി നീ അവകാശിയല്ല. അത് ശത്രുവിന്റെ ഒരു തന്ത്രമാണ്. എപ്പോഴും അവൻ നമ്മളെ ആ സ്പിരിറ്റ് ഓഫ് സ്ലേവറിയിലോട്ട് കൊണ്ടുപോകാനാ, ഒരു ദാസ്യത്വത്തിന്റെ ആത്മാവിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ഹല്ലേലൂയ അവൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, തീർച്ചയായും ഹല്ലേലൂയ നമ്മളെ ദൈവം ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയെങ്കിൽ നമ്മൾ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ, ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഹല്ലേലൂയ, എന്തെങ്കിലും തെറ്റ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന്, ഹല്ലേലൂയ, ആരെങ്കിലും ഇന്ന് രാത്രികാലം ഈ ദൈവവചനം ശ്രവിക്കുമ്പോൾ എന്തെങ്കിലും കുറവുകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഹല്ലേലൂയ അത് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവിന് ഇന്ന് പറയുവാനുള്ളത്, ഹല്ലേലൂയ, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ ഹല്ലേലൂയ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മളെ നൽകിയിരിക്കുന്നത്, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, അല്ലെ പഴയത് കഴിഞ്ഞു പോയി. ഹല്ലേലൂയ, ആ സ്പിരിറ്റ് ഓഫ് ഫ്ലേവറിൽ നിന്ന് പുറത്തു വന്ന് ഹല്ലേലൂയ ആ പുത്രന്റെ അവകാശിയാണെന്ന് മനസ്സിലാക്കി മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ അവകാശിയായി തീരുമ്പോൾ ചില ഒബ്ലിഗേഷൻസ്, അല്ലെങ്കിൽ ചില കടമകൾ, റെസ്പോൺസിബിലിറ്റീസ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ നിർവഹിക്കേണ്ടതാണ്. എന്താണ്? മക്കൾ അല്ലെ മക്കളാവുമ്പോൾ ആ മക്കൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് തീർച്ചയായും നമ്മൾ ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മൾ പ്രാപ്തരായിരിക്കണം. അല്ലെങ്കിൽ ഗലേഷ്യൻസ് ചാപ്റ്റർ 4:8-11. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? തീർച്ചയായും ഈ സ്ലേവറി, അല്ലെങ്കിൽ ആ ഒരു ദാസ്യത്വത്തിന്റെ ആത്മാവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്നാണ് പറയുന്നത്. ദിവസങ്ങള്, മാസങ്ങള്, കാലങ്ങള്, ആണ്ടുകള്, ഇതൊക്കെയും പ്രമാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഗലാത്യർ കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവരെ തെറ്റിച്ചു കളഞ്ഞു. ദൈവത്തിൽ അല്ലെങ്കിൽ രക്ഷയിൽ വന്ന് അവര് സ്വാതന്ത്ര്യം പ്രാപിച്ചവരെ ഈ ജുഡായിസേഴ്സ് കടന്നു വന്ന് അവരുടെ ഹൃദയത്തെ അവരെ കൂട്ടിക്കളഞ്ഞു. അവരെ മറ്റൊരു സുവിശേഷത്തിലേക്ക് നടത്തി. ന്യായപ്രമാണം കൂടെ അനുസരിച്ചെങ്കിൽ മാത്രമേ രക്ഷ പൂർത്തീകരിക്കപ്പെടത്തൂ എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ ഹൃദയങ്ങളിൽ കൊണ്ടുവന്നു. അപ്പോൾ പൗലോസ് പറയുന്നതാണ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ ഇടയിൽ അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ, അവിടെ വളരെ ഭാരത്തോടു കൂടിയ പൗലോസ്, താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിന് പറയുന്ന പല കാര്യങ്ങളുണ്ട്, നമുക്കത് ചിന്തിക്കാം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മാസങ്ങളും കാലങ്ങളും ഒക്കെ ആചരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകുന്നു ഒക്കെ പൗലോസ് പറയുന്നു. അപ്പം പൗലോസ് ഭയപ്പെടുക, വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയപ്പോയോ എന്ന് ഭയപ്പെടുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് നെക്സ്റ്റ് വേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും, 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും, അവിടെ നമുക്ക് പൗലോസിന്റെ ഭാഷ, അല്ലെങ്കിൽ പൗലോസ് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന രീതിയിലല്ല ഇനി അങ്ങോട്ട് സംസാരിക്കുന്നു. ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെപ്പോലെ ആകിയാൽ നിങ്ങളും എന്നെപ്പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരു അന്യായം ചെയ്തിട്ടില്ല. ഞാൻ ശരീരത്തെ തീർച്ചയായിട്ടും അവിടെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, ഇത്രയും നേരം പൗലോസിന്റെ ടോൺ മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നേരത്തെ അവരെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പൗലോസ് പെട്ടെന്ന് ടോൺ മാറ്റിയിട്ട് അവരെ
സഹോദരന്മാരെ എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത്രത്തോളം സ്വാതന്ത്ര്യം ദൈവമക്കളോട് അല്ലെങ്കിൽ ഗലാത്യരോട് പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്രകാരമൊക്കെ അവരോടുള്ള സ്നേഹമാണ് ഇതിലൊക്കെയും കാണുന്നത്. ഇത്രയും നേരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു അഭിഭാഷകനെ പോലെ ലോ എല്ലാം പറഞ്ഞു, ന്യായപ്രമാണത്തെക്കുറിച്ച്, ശിശുപാലകനെ കുറിച്ച്, ദാസനെ കുറിച്ച്, ഇതൊക്കെ ചിട്ടയായി പറഞ്ഞു. പിന്നെ വിശ്വാസമാണ് ആദ്യത്തേത്, പരിച്ഛേദന അല്ലെന്നൊക്കെ അവരെ ചിട്ടയായിട്ട് പറഞ്ഞിട്ടാണ് തുടർന്ന് അദ്ദേഹം ബെഗ്ഗിയാണ്, സഹോദരന്മാരെ അല്ല ഞാൻ നിങ്ങളെപ്പോലെ ആകയാൽ നിങ്ങളും എന്നെപ്പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടെ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ എന്നെപ്പോലെ ആകുക, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. അപ്പം അദ്ദേഹത്തിന്റെ ടോൺ അവിടെ മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗലാത്യർ എന്ന് പറയുന്നത്, പൗലോസ് യഹൂദ വംശജൻ, അദ്ദേഹത്തിന് വലിയ പ്രമാണിയായിരുന്നു, ഗമാലിയന്റെ കീഴിൽ പഠിച്ചവൻ, അല്ലെ ബെന്യാമീൻ ഗോത്രക്കാരൻ, പരീശൻ, അല്ലെങ്കിൽ വളരെ ഉന്നത അല്ലെങ്കിൽ റോമൻ പൗരത്വമുള്ള വ്യക്തി, വളരെ 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 ശക്തിമാനായ അല്ലെങ്കിൽ വലിയ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ ഗലാത്യരെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചതാണ്, അവർ സെൽറ്റിക് വംശജരായിരുന്നു. അപ്പം അവരോടാണ്, സെൽറ്റിക് വംശത്തിൽ നിന്നാണ് അവർ ക്രിസ്തുവിനെ അറിഞ്ഞു വന്നത്. ഇപ്പൊ പൗലോസ്, നമുക്ക് ആ ഒരു വാക്യം വായിക്കാം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 5-9. അവരോടാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്. പൗലോസ് തനിക്കുള്ളതൊക്കെയും പൗലോസ് ചപ്പും ചവറും എന്ന് എണ്ണിയ മുന്നോട്ട് വന്നേ. 8-ാം നാളിൽ പരിശോധന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. തീർച്ചയായും പൗലോസ് അവരോട് പറയുന്നത്, ഇതൊക്കെ ഞാൻ ഇതെല്ലാം പ്രമാണിച്ച് നടന്ന വ്യക്തിയാ, ഞാൻ ന്യായപ്രമാണം അതുപോലെ ആചരിച്ചു വന്ന വ്യക്തിയാ. എന്നാൽ ഈ സെൽറ്റിക് വംശജരായ ഇവർക്ക് യഹൂദ വംശത്തെക്കുറിച്ചോ യഹൂദന്മാരെന്തോ ആചാരമൊന്നും അറിയത്തില്ല. എന്നാൽ യഹൂദ മതാനുസാരികൾ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ വിചാരിച്ചു, ഓക്കെ, ഇത് ചെയ്തെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പൊ പൗലോസ് പറയും, നിങ്ങൾ എന്നെ പോലെ, ഞാൻ എന്തുവാ, അദ്ദേഹം ചെയ്തെന്തോ, ഇതൊക്കെ ചപ്പും ചവറും എന്നെണ്ണിയാണ് അദ്ദേഹം കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. അതാ പൗലോസ് അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങളും എന്നെ പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് ബെഗ് ചെയ്യുക, നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങൾ എന്നോട് ഒരു അന്യായവും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഭാഷ മാറി അവരോടുള്ള സ്നേഹത്തിൽ പിന്നെയും നിങ്ങൾ ഉപേക്ഷിച്ചതിന്റെ പുറകെ പോകരുത്, നിങ്ങൾ ലോകസ്നേഹത്തിലേക്ക്, ദൈവത്തിന് ശത്രുത്വമാകുന്ന ദൈവഹിതമില്ലായ്മയിലേക്ക് നിങ്ങൾ കടന്നു പോകല്ലെന്നാണ് അദ്ദേഹം അവിടെ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. 4-ാം അധ്യായം 13 മുതൽ 16 വരെ. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? കഴിയും എങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? ഇവിടെ പൗലോസ് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൗലോസ് കുറെ നാൾ ഗലാത്യയിൽ ഉണ്ടായിരുന്നു, നമുക്കറിയാം, നമ്മളത് വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് കാരണമായി തീർന്നത് പൗലോസ് തന്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ സംഭവിച്ച ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹം അവിടെ കുറെ നാൾ അവിടെ വസിക്കേണ്ടി വന്നത്. പൗലോസിന് എന്തോ ശാരീരിക പ്രയാസം, കഠിനമായ ശാരീരിക പ്രയാസം ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ താമസിക്കേണ്ടി വന്നത്. അത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. മലേറിയ കൊണ്ടാന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിന് എന്തോ പ്രയാസം ഉണ്ടായിട്ടാണ്, എന്താ കറക്റ്റായിട്ട് അറിയില്ല. എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യത്തിന് വളരെ പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗലാത്യയിൽ അദ്ദേഹത്തിന് താമസിക്കേണ്ടി വന്നു. എന്നാൽ അവിടെ പറയുന്നത്, അവിടെ അദ്ദേഹത്തെ അവർ അതുപോലെ അവരുടെ ഹോസ്പിറ്റാലിറ്റി അത്രത്തോളം അനുഗ്രഹമായിരുന്നു. അദ്ദേഹം പറയുക, അവിടെ പറയുന്നു, നിങ്ങൾ ദൈവദൂതന്മാരെ പോലെ, നിന്നെയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതന്മാരെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക എത്ര ചെയ്തെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവരെക്കുറിച്ച് പ്രശംസിക്കുന്നുണ്ട്. പിന്നെ പറയുന്നു, 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി തീർന്നു.
അപ്പം അവിടെ അദ്ദേഹം ഇത് ശക്തമായിട്ട് ഇത് പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ശത്രുവിനെ പോലെ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണല്ലോ അത് പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് അവിടെ അത്രത്തോളം ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ അവർ നൽകിയിരുന്നു. അവർ വളരെ സ്നേഹിക്കുകയും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ക്രിസ്തുവിനെ പോലെ കൈക്കൊണ്ടെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി അവർ അദ്ദേഹത്തെ പരിചരിച്ചു. എന്നാൽ പക്ഷെ പൗലോസ് സത്യം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ എതിർക്കുവാൻ തുടങ്ങി. നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൗലോസ് അവിടെ താമസിച്ച് വചനം പഠിപ്പിച്ചത് അല്ലെങ്കിൽ ആ ഗലാത്യർക്ക് അനുഗ്രഹമായി തീർന്നു. അവിടെ ദൈവസഭ രൂപപ്പെടുവാൻ കാരണമായി തീർന്നു. ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് ആരെങ്കിലും രോഗത്തിലോ പ്രയാസത്തിലോ അല്ലെ ദുഃഖത്തിലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവിന് നിങ്ങളോട് പറയുവാനുള്ളത്, നീ കടന്നു പോകുന്ന ഓരോ അവസ്ഥയ്ക്കും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. കഷ്ടതയാകാം, അല്ലെ ഉചിതമായ സമയത്ത്, ദൈവത്തിന്റെ സമയത്ത് ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പൗലോസിന് ആ കഷ്ടത വന്നത് ആ ഗലാത്യയിൽ സുവിശേഷം പരക്കപ്പെടുവാൻ, അവിടെ ഒരു സഭ ഉടലെടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവം എല്ലാം ചന്തവും ഉചിതവുമായി ചെയ്യുന്ന ദൈവമാണ്. ഇൻ ഹിസ് ടൈം ഹി വിൽ മേക്ക് എവറിത്തിങ് ബ്യൂട്ടിഫുൾ. ദൈവത്തിന്റെ സമയത്ത് ഏറ്റവും അനുഗ്രഹമായി. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ പൗലോസിന് ചിന്തിക്കാൻ, പൗലോസ് തന്നെ പറയുന്നുണ്ട്, തൻ്റെ ശാരീരിക വന്നപ്പോൾ പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവം പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ അവിടെയും പൗലോസ് ഇതിലൊക്കെ സുവിശേഷത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കഷ്ടതയിൽ കൂടെ പ്രയാസത്തിലൂടെ കടന്നുപോയി. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ പകരപ്പെടുവാൻ, അവിടെ ദൈവസഭയ്ക്ക് അത് അനുഗ്രഹമായി തീരുവാൻ കാരണമായി. ഇപ്പൊ പൗലോസ് പറയുന്നത് പോലെ പൗലോസ് സത്യം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ ശത്രുക്കളെ പോലെ ആയിത്തീർന്നു. ഇതുപോലെയാണ് നമ്മൾ വിശ്വാസികളെ പലരെ എടുത്തു കഴിഞ്ഞാൽ അവർ കർത്താവിനെയൊക്കെ അറിഞ്ഞ് മുന്നോട്ട് വരും, എന്നാൽ സ്നേഹിച്ചൊക്കെ നിൽക്കും. പെട്ടെന്ന് ഉള്ള കാര്യങ്ങൾ സത്യം പോലെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് അവർ നമ്മുടെ ശത്രു. അത് നമ്മൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സത്യം നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇന്നത് ചെയ്യുന്നത് ശരിയല്ല, ഇന്നതുപോലെ ചെയ്യണം, അങ്ങനെ ആ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവരുടെ മുഖം, അത്രയും അടുത്ത് നിന്നവർ അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്നവർ നമ്മൾ ദൈവസഭകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവർ അകന്നു പോകുവാൻ, അല്ലെങ്കിൽ അവർ ശത്രുത്വത്തിലേക്ക് കടന്നു വരുവാൻ. അതേപോലെയാണ് ഇവിടെ ഗലാത്യയിൽ നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പൗലോസിനെ ഒരു ശത്രുവിനെ പോലെ കാണുവാൻ ഇടയായി തീർന്നു നമുക്ക് പൗലോസ് തന്നെ പറയുന്നു. പക്ഷെ പൗലോസ് പറയുന്നത്, എനിക്ക് സത്യം പറഞ്ഞേ കഴിയത്തുള്ളൂ, നിങ്ങൾ പിന്നെയും അടിമത്തത്തിലേക്ക് കടന്നു പോകാനല്ല ഞാൻ വില കൊടുത്തത്. നിങ്ങൾ മക്കളും അവകാശികളുമാണെന്ന് മനസ്സിലാക്കി ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാൻ പൗലോസ് അവരെ പിന്നെയും ഉത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ പൗലോസ് പറയുന്നത്, പൗലോസ് ഗിവിംഗ് വാർണിംഗ്സ് ടു ഗലേഷ്യൻസ്, പൗലോസ് ഗലാത്യർക്ക് കൊടുക്കുന്ന ചില മുന്നറിയിപ്പുകളാണ് മുന്നോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 4-ാം അധ്യായം 17 മുതൽ 17-18 വാക്യങ്ങൾ. അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടിച്ചു കളവാൻ ഇച്ഛിക്കത്രേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. തീർച്ചയായും ഇവിടെ പൗലോസ് പറയുന്നത്, ഈ ജുഡായിസേഴ്സ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മളെ കൾട്ട് ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അവര് പലപ്പോഴും വലിയ എരിവ് കാണിച്ച് കൂടാറുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നത്, ഇത് നിങ്ങളോട് ഉള്ള സ്നേഹം കൊണ്ടല്ല ഈ എരിവ് കാണിക്കും, നിങ്ങളെ ഇട്ട് പൂട്ടുവാനാണ്, ആ ഒരു ബന്ധനത്തിലാക്കി കളയുവാൻ, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തി അവരെ പൂട്ടിക്കളയുന്ന ആ അനുഭവത്തിലേക്ക് കടന്നു പോകും, പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. പൗലോസ് പറയുന്നത്, മക്കളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കിയാലും കൾട്ട് ഗ്രൂപ്പുകളൊക്കെ ഇതേപോലാണ്. അവർ വളരെ സ്നേഹം നടിച്ച് കടന്നു വരും, അവർ ദൈവഹിതമല്ല, അവർ ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെയാണ് ഈ മറ്റ് ദുരുപദേശവും കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിൽ പലരും വീണ് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന കാര്യമാണ് പൗലോസ് പറയുന്നത്. നിങ്ങളും എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ, പൗലോസ് പറയുന്നത്, ഇനി നിങ്ങൾ എരിവ് കാണിക്കേണ്ടത് നല്ല കാര്യത്തിലെന്നാണ് പൗലോസ് പറയുന്നത്. നമുക്കറിയാം, മത്തായി സുവിശേഷം 23-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ
ഈ പരീശന്മാരെ കുറിച്ച് കർത്താവ് തന്നെ അല്ലെ ബുദ്ധിപദേശം പറയുന്നുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും അല്ലെ പരീശന്മാരോടുള്ള അവർക്ക് കഷ്ടമെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. വെള്ള തേച്ച് ശവക്കല്ലറയോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴക്കായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഹല്ലേലൂയ. ഈ പൗലോസ് ഇത് തന്നെയാ പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ കർത്താവിനോടുള്ള സ്നേഹത്തിലല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാനാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ എരിവ് കാണിക്കേണ്ടത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടല്ല പൗലോസ് പറയേണ്ടത്. പൗലോസ് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ എരിവ് കാണിക്ക്, നിങ്ങൾ പ്രാർത്ഥനയിൽ എരിവ് കാണിക്ക്, കൂട്ടായ്മയ്ക്ക് നിങ്ങൾ എരിവ് കാണിക്ക്, വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ എരിവ് കാണിക്ക്, വേർപാടിന് നിങ്ങൾ എരിവ് കാണിക്ക്. ഹല്ലേലൂയ. അല്ലാണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങൾക്കല്ല എരിവ് കാണിക്കേണ്ടതെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എരിവ് കാണിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കണം. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ, സുവിശേഷത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നതിൽ, പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്നതിൽ, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിലനിൽക്കുന്നതിൽ നമ്മൾ എരിവ് കാണിക്കുവാനാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ് പൗലോസിന് അവരെ കുറിച്ചുള്ള ആഗ്രഹം? ദ പോൾസ് ഡിസയർ ഫോർ ദം. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 verse 19 and 20. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. സഹോദരന്മാരെന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പൗലോസ് പിന്നെയും പറയുന്നത് കുഞ്ഞുങ്ങളെ. അപ്പൊ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗലോസിന് അവരോടുള്ള ആത്മാർത്ഥതയും അവരോടുള്ള സ്നേഹവും അവർക്ക് മേലുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അധികാരമോ എന്തു വേണമെങ്കിലും നമുക്ക് പറയാം, അവരുടെ അത്രയും സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് അവരെ അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു, അത്രത്തോളം പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു അവരോട് സംസാരിക്കുവാൻ. അവരിങ്ങനെ മറിഞ്ഞു പോയി അവരൊരു സത്യസുവിശേഷത്തിൽ നിന്ന് ഇപ്പൊ നമ്മുടെ മക്കള് തെറ്റിപ്പോകുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകത്തില്ല. നമ്മുടെ അപ്പനമ്മമാർക്കും അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്ത് മാറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ നിന്ന് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ പൗലോസ് ഇവിടെ എന്താ പറയുന്നത്? പൗലോസ് പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പം അവരിൽ ക്രിസ്തു ഉരുവാകുവാൻ ഒരു അമ്മ കുഞ്ഞിനെ ബെയർ ചെയ്ത് 10 മാസം ചുമന്ന് പ്രസവിക്കുന്നത് പോലുള്ള ആ പ്രസവ വേദന ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേവദാസിമാർക്ക് അതറിയാം. എത്ര പെയിൻ എടുത്താണ്, നമ്മുടെ മാതാവൊക്കെയും എത്ര പെയിൻ എടുത്താണ് നമ്മളെ പ്രസവിച്ച്. അപ്പൊ അദ്ദേഹം പറയുന്നത് വെറുതെ പറയുമല്ല, ആ പ്രസവവേദനപ്പെടുന്ന പോലുള്ള പെയിൻ അദ്ദേഹം അവർക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. ഇതാണ് ഒരു പാസ്റ്ററൽ ഹാർട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം ഒരു ദേവദാസന്റെ ആഗ്രഹം എപ്പോഴും അവർ ഉപദേശിക്കുന്നതാകട്ടെ, അവരുടെ പ്രസംഗമാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, എന്തുമാകട്ടെ, ക്രിസ്തു ഓരോരുത്തരിലും ഉരുവാകണം എന്നുള്ളതാണ്. ദൈവം ഒരു പാസ്റ്ററൽ ഹാർട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം അതായിരിക്കണം. പൗലോസിന്റെ ഹൃദയം അതേപോലെ ആയിരുന്നു. അദ്ദേഹം അവർക്ക് വേണ്ടി പ്രസവവേദനപ്പെടുന്നെന്ന് അദ്ദേഹം പറയുന്നു. ഈ ദിവസങ്ങളിൽ അതിനായി ദൈവം നമ്മളെയും സഹായിക്കട്ടെ. നമ്മുടെ ചേർച്ച് വലിയ ചേർച്ചായി തീരുക, അല്ലെങ്കിൽ വലിയ ചേർച്ചൊക്കെ ആയി തീരുന്നതിനേക്കാൾ ഉപരി ക്രിസ്തു നമ്മളിൽ ഓരോരുത്തരിലും ഉരുവാകുവാൻ, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവം ദൈവം കൃപ ചെയ്യട്ടെ. വേഴ്സ് 20 പറയുന്ന നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച്. അപ്പൊ അദ്ദേഹം, നമുക്കറിയാം അന്നത്തെ കാലത്ത് ലെറ്റേഴ്സ് ആണ് കൊടുത്തുവിടുന്നത്. പൗലോസ് ഇത് എഴുതി എത്രയോ നാളുകൾക്ക് ശേഷം ഗലാത്യയിൽ ഉള്ള ദൈവമക്കളുടെ കയ്യിൽ എത്തപ്പെടുന്നു. അപ്പം
ഇത് വായിക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്കറിയാം, ഒരു ലെറ്റർ നമ്മളിപ്പോ ഒരു വാട്സപ്പിലാണെങ്കിലും ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഉള്ളത് നമുക്കറിയാം. ആ മെസ്സേജ് വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ റിയാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുവാണെങ്കിൽ എൻ്റെ ടോണും എൻ്റെ ശരീരഭാഷയും ഒക്കെ എനിക്ക് നിങ്ങളോട് കറക്റ്റായിട്ട് വ്യക്തമാക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ഈ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിലുണ്ടാകുന്ന വിഷമവും, ചിലപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടായിരിക്കും അത് പറയുന്നത്. അപ്പൊ അതൊന്നും കാണുന്നില്ല ദൈവമക്കള് കാണുന്നത് ജസ്റ്റ് ലെറ്റർ മാത്രമേ കാണുന്നത്. അപ്പൊ അതാ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ അപ്പൊ ആ ടോണിന്റെ വ്യത്യാസങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ മാറ്റുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വിഷമമുണ്ട്. ഈ ലെറ്റർ എഴുതുമ്പോൾ ഈ ദൈവമക്കൾ ഇത് എത്രത്തോളം ഇത് മനസ്സിലാക്കുന്നുണ്ട്, ഈ പെയിനിലാണ് അദ്ദേഹം പറയുന്നതെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടൊന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഞാൻ നേരിട്ടിത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലായേനെ, അല്ലെങ്കിൽ ഞാൻ എത്ര ഭാരപ്പെട്ടാണ് ഈ കാര്യം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതും നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നതും ലെറ്ററിൽ കൂടെ നമ്മൾ കോൺവെർസേഷൻ നടത്തുന്നതിന് അതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അദ്ദേഹം പറയുവാൻ ഇടപെടുന്നു. അപ്പം തീർച്ചയായും ഈ ദിവസങ്ങളിൽ ആ ക്രിസ്തു നമ്മളിൽ ഉരുവാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പലരും ചെയ്യുന്നത്, ദൈവത്തിന്റെ ജനത്തെ കബളിപ്പിച്ച് മറ്റൊരു സുവിശേഷത്തിലേക്ക് കൊണ്ടുപോകാൻ ലോകത്തിൽ പല കൾട്ട് ഗ്രൂപ്പുകൾ ഉണ്ടപ്പോൾ അതിൽ നമ്മൾ അകപ്പെട്ടു പോകുവാൻ ഇടവരാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുക. അപ്പൊ ഒരു ജോൺ സ്കോട്ട് പറഞ്ഞ ഒരു വാക്ക്, ദ ചർച്ച് നീഡ് പീപ്പിൾ ഹൂ ഇൻ ലിസണിങ് ടു ദെയർ പാസ്റ്റർ ലിസൺ ഫോർ ദ മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ്, ആൻഡ് പാസ്റ്റർ ഹൂ ഇൻ ലേബറിംഗ് എമംഗ് ദ പീപ്പിൾ ലുക്ക് ഫോർ ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. പാസ്റ്ററിൽ നിന്ന് കേൾക്കുന്ന ജനത്തിന് ഒറ്റ ഉദ്ദേശം, യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം അവർ കേൾക്കണം, അല്ലെങ്കിൽ ക്രിസ്തു അവരിൽ ഉരുവാകണം. എന്നാൽ ഒരു പാസ്റ്ററിന്റെ ജീവിതത്തിലെ ആഗ്രഹം ഉണ്ടായിരിക്കേണ്ടത്, ജനം ക്രിസ്തുവിനെ പോലെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. ഇങ്ങനെയാണ് ഒരു ദൈവസഭ വളരേണ്ടത്. രണ്ട് കാര്യങ്ങൾ: ദൈവസഭയിൽ വരുന്ന ജനം യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് ക്രിസ്തു ഓരോരുത്തരിലും ഉരുവാകണം. പാസ്റ്ററിന്റെ ആഗ്രഹം ഒന്ന് മാത്രം, ക്രിസ്തുവിനെ പോലെ ദൈവജനം ആയിത്തീരണം. ഇതായിരിക്കണം ഒരു ചേർച്ച് അതിന്റെ ഗ്രോത്ത് ഉണ്ടാകേണ്ടത്. ചേർച്ച് ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ജോൺ സ്കോട്ട് പറയുവാൻ ഇടയായിത്തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് നമ്മൾ ഗലേഷ്യൻസ് ചാപ്റ്റർ 4:21-23 നോക്കുമ്പോൾ ഹാഗാറിനെ കുറിച്ചും സാറയെ കുറിച്ചും അവിടെ എടുത്തു പറയുന്നുണ്ട്. 2 covenants, 2 നിയമങ്ങളെ കുറിച്ച് പൗലോസ് അവിടെ വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ന്യായപ്രമാണത്തിന് കീഴിലിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തീർച്ചയായും 23. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സദൃശ്യമാകുന്നു. ഇവിടെ പൗലോസ് പിന്നെയും പറയാ, നിങ്ങൾ ന്യായപ്രമാണത്തെ കുറിച്ച് 21 പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തെ കുറിച്ച് കേൾക്കുവാനാണല്ലോ നിങ്ങൾ ഇച്ഛിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് പിന്നെ അതിന്റെ എക്സാമ്പിൾ എടുത്ത് സംസാരിക്കും. ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ അബ്രഹാമിന്റെ സന്തതികൾ, 2 സന്തതികൾ ഉണ്ടായ അദ്ദേഹത്തിന്. ഒന്ന് ജഡപ്രകാരവും ഒന്ന് വാഗ്ദത്ത പ്രകാരവും ഉണ്ടായി. ഒന്ന് ഇസ്മായിൽ, അത് ജഡപ്രകാരം. രണ്ടാമത് ഐസക്ക്, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഉണ്ടായതായിട്ട് കാണുവാൻ കഴിയും. അവിടെ 2 മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഹാഗാറിനെ കുറിച്ച് പറയുന്നത്, ഹാഗാർ ദാസിയാണ്, ഭാര്യയല്ല, സ്വതന്ത്രയല്ല. എന്നാൽ സാറയെ കുറിച്ച് പറയുന്നത്, അവൾ സ്വതന്ത്രയാണ്, അവൾ വാഗ്ദത്തത്തിന് അവകാശിയാണ്, അവൾ സ്വന്തം അബ്രഹാമിന്റെ വൈഫാണ്. ഇവിടെ അവരുടെ 2 തമ്മിലുള്ള 2 നിയമങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ് ഇവരെ വ്യക്തമാക്കുവാൻ നോക്കുകയാണ്. സ്വതന്ത്ര ആരാണ്, അല്ലെങ്കിൽ വാഗ്ദത്ത പ്രകാരമുള്ളവർ ആരാണ്, അല്ലെങ്കിൽ അടിമ ആരാണെന്ന് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സോ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ നിത്യതയ്ക്കായി വിളിച്ചു വേർതിരിച്ചു.
അല്ലെ ഈ ഭൂമിയിലും നമുക്ക് ദൈവം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. അല്ലെ മേലുള്ള യെരൂശലേം, അല്ലെ പുത്തനാം യെരൂശലേമിൽ നമ്മൾ ഒരിക്കലും എത്തപ്പെടേണ്ടതാണ്. അല്ലെ അവിടത്തേക്കുള്ള വാഗ്ദത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം എന്തുവാ സംഭവിച്ചെന്ന്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമും സാറയും കൂടെ ദൈവത്തിനെ സഹായിക്കാൻ പോയതാ. അവിടെ എന്തുണ്ടായി? ജഡപ്രവൃത്തി ഉണ്ടായി. അവർ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ഇടയാകാണ്ട് ജഡത്തിൽ ചിലത് ചെയ്യുവാൻ ഇടയായി. അതാണ് ജഡീക സന്തതി ഉണ്ടാകുവാൻ ഇടയായത്. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അല്ല ദൈവഹിതപ്രകാരമല്ലാതെ നമ്മൾ ചെയ്യുന്നതൊക്കെയും അത് ജഡത്തിന്റെ പ്രവൃത്തിയായി തീരും. ദൈവം നമ്മളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അബ്രഹാമും ചെയ്തതുപോലെ എടുത്തുചാട്ടത്തിൽ അവർ പോയി. എന്നാൽ എന്തു പറ്റി? ജഡീക സന്തതി ജനിപ്പാൻ ഇടയായി തീർന്നു. തീർച്ചയായും ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെടാണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന ഏത് പ്രവൃത്തിയാകട്ടെ അത് ജഡീകമായി, അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിന് ദൂഷ്യമായി തീരുമെന്നുള്ളതിന് നമുക്കറിയാം. ഇന്നും എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജഡത്തിൽ ഉണ്ടായ കാര്യം കൊണ്ട് ലോകത്തിൽ ഉണ്ടാകും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പോകുന്നില്ല. എന്താണ് ഈ ലോകത്തിൽ ഇന്ന് നടക്കുന്നത് നമുക്കറിയാം. ലോകത്തിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങളൊക്കെയും അതിന്റെ പരിണത ഫലമാണ്. തീർച്ചയായും നമ്മളും ജഡത്തിൽ ദൈവപ്രകാരം അല്ലാതെ ദൈവ ഇഷ്ടമല്ലാണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നതൊക്കെയും അത് ജഡീക പ്രവൃത്തിയായി നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് കെണിയായി തീരുവാൻ ഇടയായിത്തീരും. അപ്പോൾ സാറ സ്വതന്ത്രയാണ്. അവൾ വാഗ്ദത്തം ലഭിച്ചതാണ്. അവളിൽ കൂടെ ഇസ്ഹാക്കിൽ ജനിപ്പാനിടയ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് 24 വാക്യങ്ങൾ, 24 മുതൽ 27 വരെ. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗർ. ഹാഗർ എന്നത് അറബി ദേശത്തെ സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. തീർച്ചയായും ഇവിടെ 2 സ്ത്രീകൾ, 2 നിയമങ്ങളെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ 2 നിയമങ്ങളായി പറയുന്നു. സീനായ് മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. സീനായ് മല ഇന്ന് അറബ് ദേശത്തിരിക്കുന്നു. അപ്പം സീനായ് മലയിൽ എന്തോ ഉണ്ടായത്? ന്യായപ്രമാണം നൽകപ്പെട്ടു. അപ്പൊ ന്യായപ്രമാണത്തിന് അടിമകളായിരുന്നവരെയാണ് യേശു ക്രിസ്തു തന്റെ രക്തത്താൽ അവനിൽ വിശ്വസിക്കുന്നവരെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ആ 2 നിയമങ്ങളെയാണ് ഇവിടെ പൗലോസ് തുറന്നു കാണിക്കുന്നത്. നിങ്ങൾ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സീനായ് മല കാണിക്കുന്നത് ആ ന്യായപ്രമാണത്തെയാണ്. അതാണ് ഹാഗാറിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ യെരൂശലേം, മുകളിലുള്ള യെരൂശലേം അല്ലെങ്കിൽ പുത്തനാം യെരൂശലേമിലേക്കാണ് ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. ആ യെരൂശലേമാണ് വാഗ്ദത്ത സ്ഥലമായി. മീതെയുള്ള യെരൂശലേം സ്വതന്ത്രയാകുന്നു, അവർ തന്നെ നമ്മുടെ അമ്മ എന്ന് ഇവിടെ പൗലോസ് പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ആ ബോണ്ടേജോ വി ആർ ഫ്രീ ഫ്രം ദ ലോ, വി ആർ ഫ്രീ ഫ്രം the works and we are free from the flesh. അപ്പം ഈ ജഡത്തിന്റെ അല്ലെങ്കിൽ ഈ ചില പ്രവൃത്തികൾ ചെയ്ത് മാത്രമേ നമ്മൾ സ്വതന്ത്രരാകൂ എന്നുള്ള ചില നിയമങ്ങളും പലതും ആ ന്യായപ്രമാണം അല്ലെങ്കിൽ സീനായ് മലയിൽ അത് ആരംഭിച്ചെങ്കിൽ സ്വർഗീയ യെരൂശലേമിൽ പുത്തനാം യെരൂശലേമിൽ നമ്മൾ എത്തപ്പെടേണ്ടതാണ്. അതാണ് നമ്മുടെ അമ്മ, അല്ലെങ്കിൽ അതാണ് സ്വതന്ത്ര. അതിന് നമ്മൾ അനുകാരികളായി തീരുവാൻ പൗലോസ് ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്നു. തീർച്ചയായും അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളോട് വായിക്കാം. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവ് കിട്ടാത്തവളെ പൊട്ടി ആർക്ക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടി അവകാശിയാകില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കൾ അത്രേ. ഇവിടെ പൗലോസ് ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 9 ഓൺവേർഡ്സിൽ പറയുന്ന വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ ആ വാക്യം ഇതിനകത്ത് പറയുന്നുണ്ട്. എന്നാൽ ജഡപ്രകാരം 29 പറയുന്നുണ്ട്, എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ച പോലെ എന്ന് കാണുന്നു. നമ്മൾ മലയാളത്തിൽ അത് വായിക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ചിലപ്പോൾ കഴിയത്തില്ല. ജെനസിസ് ചാപ്റ്റർ 20 വേഴ്സ് 9 ഒന്ന് വായിക്കാം.
ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിന്റെ 9 വാക്യം. മിസ്രൈമ്യ ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക, ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. തീർച്ചയായും എനിക്ക് കഴിഞ്ഞ ദിവസം ഈ വചനം ചിന്തിച്ചപ്പോഴാണ് അതിന്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കിയത്. അതിന്റെ ഇംഗ്ലീഷ് ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിയിരിക്കുന്നത്, നൗ സാറ സോ the son of Hagar, the Egyptian, who she had born to Abraham, mocking Isaac. അപ്പം പരിഹാസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്. ഈ ഇസ്മായേൽ എപ്പോഴും ഇവനെ നമ്മുടെ ഐസക്കിനെ എപ്പോഴും ഉപദ്രവിച്ചു അവൻ എപ്പോഴും അവനെ മോക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ വചനത്തിൽ പറയുന്നത്. ഐസക്കിനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു, അവനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു, അവനെ എപ്പോഴും മോക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ടിട്ടാണ് സാറ പറയുന്നത് അവനെ പുറത്താക്കി കളയുക. അപ്പൊ സ്വന്തയും ദാസനും ഒരുമിച്ച് പോകത്തില്ലെന്ന് കണ്ടാണ് അവിടുന്ന് ആ പുറത്താക്കൽ നടന്നത്. അത് വെറുതെ അല്ല, സാറയ്ക്ക് സ്വന്തം മകനെ അല്ലെ ഇതേപോലെ വിഷമിപ്പിക്കുന്നത് ഒരു അമ്മയ്ക്കും അല്ല ഇഷ്ടപ്പെടത്തില്ല. തീർച്ചയായും അവിടെ നടന്നത് ഇസ്മായിൽ എപ്പോഴും അല്ല ഐസക്കിനെ അല്ലെങ്കിൽ ഇസഹാക്കിനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു, അവനെ എപ്പോഴും പരിഹസിച്ചുകൊണ്ടിരുന്നു, അവനെ എപ്പോഴും മോക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് അവിടെ നടന്നത്. അപ്പോൾ ഒരിക്കലും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, അല്ലെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഹല്ലേലൂയ സ്വതന്ത്രരാണ്, നിങ്ങൾ അവകാശികളാണ്, ഹല്ലേലൂയ നിങ്ങൾ പിന്നെയും ആ അടിമ നുഖത്തിലേക്ക് ദാസ്യത്വത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകല്. ദാസ്യവും അല്ലെ അവകാശവും എന്താണെന്ന് പറയുന്നു. ഹാഗാറും അല്ലെങ്കിൽ സാറയും രണ്ട് നിയമങ്ങളെ കുറിച്ച് ന്യായപ്രമാണ യുഗത്തിലേക്ക് കൊണ്ടുപോയി ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് അവരെ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ അവകാശികളാണ്, നമ്മൾ പുത്രത്വത്തിന്റെ അവകാശികളാണ്. അല്ലെ പുത്രൻ അല്ലെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതൊക്കെയും, അല്ലെ പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്, അത് അല്ലെ ഒക്കെയും അതിനൊക്കെ നമ്മൾ അവകാശികളാണ്. അതുകൊണ്ട് ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അല്ലെ അവർ അപ്രകാരം കുടുങ്ങിപ്പോയി അവർ പിന്നെയും ദാസ്യത്തിലേക്ക് കടന്നു പോകുന്നതിന് നിന്ന് വിടുവിക്കുവാനായിട്ടാണ് അവർ ന്യായപ്രമാണത്തെക്കുറിച്ചൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പൗലോസ് ആ ന്യായപ്രമാണത്തിലേക്ക് അവരെ അല്ലെങ്കിൽ പഴയ നിയമകാലത്തിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് അവർക്ക് എക്സാമ്പിൾ പറഞ്ഞ് അവരെ ഉദ്ബോധിപ്പിക്കുന്നു. രാത്രികാലം നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ എപ്രകാരമായിരിക്കുന്നു, എവിടെയെങ്കിലും ആ അടിമനോകത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ആ ദാസ്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ പാപത്തിന്റെ അല്ലെങ്കിൽ ആ ദീനത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന എന്തെങ്കിലും പാപപ്രവൃത്തികൾ ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ സമർപ്പിക്കാം. അല്ലെങ്കിൽ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നമ്മളെ പകർന്നിരിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ അല്ലെങ്കിൽ സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ അല്ലെങ്കിൽ ഏത് നിമിഷവും അല്ലെ ആ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ അല്ലെങ്കിൽ അത് പകർന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ എന്തെങ്കിലും ദൈവസന്നിധിയിൽ എന്തെങ്കിലും കുറവുകളുമായ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ അല്ലിയ ദൈവം പിന്നെയും തിരികെ വിളിക്കുന്നു. ഒരിക്കലും അല്ലിയ ആ ദാസ്യത്തിലേക്ക് കടന്നു പോകാതെ ദൈവകൃപയിൽ ജീവിച്ച് വിശുദ്ധിയോട് ജീവിച്ച് ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ അല്ലിയ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്ന് കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. അത് ഈ ലോകത്തിലാകട്ടെ ഇനി വരുവാനുള്ള ലോകത്തിലും ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി വലിയവ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുക. ദാസ്യത്തിലേക്ക് അല്ലെങ്കിൽ പൈശാചികമായ അവസ്ഥയിലേക്ക്, ബന്ധനത്തിലേക്ക് നമ്മൾ കടന്നു പോകാതെ ദൈവകൃപയിൽ സത്യവചന പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധിയോടെ ജീവിതം നയിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ നിത്യതയിൽ നമ്മൾ കാണപ്പെടും. അനേകർ ഹല്ലേലൂയ ദൈവവചനത്തെ വിട്ട് അല്ലെങ്കിൽ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നമ്മളിൽ പകർന്നിരിക്കുന്നു മനസ്സിലാക്കി അതിനായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ വിഷയങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് അജിത് ബ്രദർ അവസാനം പ്രാർത്ഥിക്കില്ല. അടുത്ത ദിവസങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ ദൈവത്തിന് വിടുതലുണ്ടാകുവാൻ പ്രാർത്ഥിക്കുക. കടന്നു വന്ന ജനത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ, ദൈവസഭയെ ദൈവപ്രകാരം മുന്നോട്ട് നയിക്കുവാൻ, നാളെ കടന്നു വരുന്ന സിസ്റ്റർ ഷീന
സാധുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, യാത്ര അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞായറാഴ്ച നടക്കുന്ന ആരാധനയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിവിധ ആവശ്യങ്ങൾ, ഭാരങ്ങൾ ഇരിക്കുന്നവരെ സഹായിക്കുവാൻ, കേട്ട വചനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രതിയാൽ ഞായറാഴ്ച നടക്കുന്ന യൂത്ത് മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു മീറ്റിംഗ് നടത്തിയെന്നല്ല, ഹല്ലേലൂയ, അത് നമ്മുടെ ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരുവാൻ, ദൈവസഭയുടെ ഐക്യത്തിന്, അനുഗ്രഹത്തിന്, അല്ലെങ്കിൽ തിരുനാമോഹത്തിനായി തീരുവാൻ, അല്ലെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, രോഗത്തിലൂടെ കടന്നു വന്നവരെ ദൈവം സഹായിക്കുവാൻ, അല്ലെങ്കിൽ ദൈവ പ്രവൃത്തി സമസ്ത മണ്ഡലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കുവാൻ, അല്ലെങ്കിൽ ഒരു മാതൃകാ സഭയായി മറ്റുള്ളവരുടെ മുമ്പിൽ വിശുദ്ധിയോടെ, ദൈവകൃപയോടെ കർത്താവിന്റെ മുമ്പിൽ നിഷ്കളങ്കര മക്കളായി നിലനിന്ന്, ഹല്ലേലൂയ, നല്ലൊരു ദൈവസന്നിധിയിൽ ആ നല്ല അന്ത്യം പ്രാപിച്ച് കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാൻ, ഹല്ലേലൂയ, പുത്തനാം യെരൂശലേമിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നമുക്ക് സന്തോഷിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവദാസൻ തുടർന്ന് പ്രാർത്ഥിക്കും.